മിക്ക കുട്ടികളും ചോദിച്ച ഒന്ന് രണ്ട് ഡൗട്ടുകളാണ് ഈ സൗണ്ട് വേവ്സിലെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്താണെന്നുള്ളത്. ഈ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ശബ്ദം കേട്ടാലും അതിൻ്റെ ഓഡിറ്ററി എക്സ്പീരിയൻസ് 1/10th സെക്കൻഡ് അവിടെ തന്നെ നിലനിൽക്കും, പെർസിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. നിങ്ങൾ എന്ത് കേട്ടാലും ആ കേട്ടതിൻ്റെ അനുഭവം, ആ കേൾവിയുടെ അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ അനുഭവം, ഓഡിറ്ററി എക്സ്പീരിയൻസ് 10 സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിനെ 10 മുറിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം, ആ ഒരു ഭാഗം സമയത്തേക്ക് അത് അവിടെ തന്നെ നിലനിൽക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുക. ഇനി എന്താണ് എക്കോ? എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആദ്യം പുറപ്പെടുവിച്ച ഇനിഷ്യൽ സൗണ്ടിൻ്റെ അതേ തന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ആഫ്റ്റർ എ വൈൽ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ എ വൈൽ എന്ന് വെച്ചാൽ കുറച്ച് സമയത്തിന് ശേഷം അതിൻ്റെ ആവർത്തനം, അത് വീണ്ടും നമ്മൾ കേൾക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്കോ എന്ന് പറയുക. എന്തുകൊണ്ടാണ് എക്കോ സംഭവിക്കുന്നത്? വെരി ഗുഡ്. റിഫ്ലക്ഷൻ ഓഫ് ഇനിഷ്യൽ സൗണ്ട്. നമ്മൾ പുറപ്പെടുവിച്ച ഇനിഷ്യൽ സൗണ്ട് ഏതോ ഒരു തടസ്സത്തിൽ, ഒരു ടാർഗറ്റിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത്, ആ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ് എക്കോ. അപ്പം നമ്മളൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, അത് നമ്മൾ ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി അത് തിരിച്ചു വരുന്നതാണ് ആ പിന്നീട് ആഫ്റ്റർ എ വൈൽ കേൾക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ ഈ ശബ്ദം നമ്മൾ പുറപ്പെടുവിച്ചു ഇനിഷ്യൽ സൗണ്ട്, അത് തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്കോ എന്ന് പറയുക. അപ്പോൾ എക്കോ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ? ഒന്നുമില്ല, നമ്മൾ ഇവിടുന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളും ആ ഹിറ്റ് ചെയ്യണ സോഴ്സും തമ്മിൽ 17.5 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് വേണമെന്നാണ്. 17.5. ഇതെങ്ങനെയാണ് സാർ? ആലോചിച്ച് വെക്കുക. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയല്ലേ, ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ട വയസ്സ് എത്രയാണ്? 18. അതിൽ കുറച്ച് കുറഞ്ഞു പോയി, 17.5. ഒരര കുറച്ചോ? 17.5. അപ്പോൾ 17.5 മീറ്റർ ഉണ്ടെങ്കിൽ 17.5 മീറ്റർ എങ്കിലും ആ ഒബ്സ്റ്റക്കിളിൻ്റെ ദൂരം ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഒബ്സ്റ്റക്കിളല്ല, ആ നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്ന സർഫേസ് 17.5 മീറ്റർ. ഇലക്ഷൻ വരികയാണ്, വോട്ട് ചെയ്യാൻ 18 വയസ്സ് വേണം. 18 വയസ്സായവരുടെ ശബ്ദം മാത്രമേ ജനങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്കോ, എൻ്റെ ശബ്ദം ഇവിടെ എക്കോ ആയി മുഴങ്ങണമെങ്കിൽ എനിക്ക് 18 വയസ്സ് വേണം എന്ന് ഓർത്ത് വയ്ക്കുക. 17.5 മീറ്റർ. അപ്പം നമ്മുടെ സർഫേസ്, ഈ സൗണ്ട് പോയി ഹിറ്റ് ചെയ്യണ സർഫേസ് 17.5 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? എക്കോ നടക്കുള്ളൂ. എക്കോ റെഡ്യൂസ് ചെയ്യാൻ പറയുന്ന പോലെ വിൻഡോസ്, ഡോർസ് ഒരുപാട് വെക്കാം. നമ്മൾ നല്ല കുഷൻസ് വെക്കാം, കുഷൻസുള്ള സർഫേസ് വെക്കാം, സർഫേസ് ഭയങ്കര ഹാർഡാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്കോ മിനിമൈസ് ചെയ്യാനുള്ള മെത്തേഡ്സും കൂടി നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഈ ഒരു ന്യൂമറിക്കൽ എക്കോൻ്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ന്യൂമറിക്കൽ ഒരു അടിപൊളി ന്യൂമറി നോക്കി. എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ എന്ന് വെച്ചാൽ കഥന അല്ലെങ്കിൽ ഒരു പടക്കം ഈസ് ഹേർഡ് ആഫ്റ്റർ 1 സെക്കൻഡ്. 1 സെക്കൻഡിന് ശേഷമാണ് ഒരു പടക്കത്തിൻ്റെ എക്കോ ഒരാൾ കേട്ടത്. ആ പടക്കം കത്തിച്ച പേഴ്സൺ 1 സെക്കൻഡിന് ശേഷമാണ് ആ പടക്കത്തിൻ്റെ കഥനയുടെ എക്കോ കേട്ടത്. ചോദ്യം ഇതാണ്, ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്? നമ്മളപ്പോഴേ പറഞ്ഞില്ലേ, ഒരു സർഫേസ്, തടസ്സം, ഈ ശബ്ദം പോയി ഇടിച്ച റിഫ്ലക്റ്റിംഗ് സർഫേസ് ആ പേഴ്സണിൽ നിന്നും എത്ര ദൂരത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട്, പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ നമ്മൾ ന്യൂമറിക്കലിൽ എപ്പോഴും 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ അതാണ് എടുക്കുക അല്ലേ. 350 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് എടുക്കുക. നമ്മളിത് എങ്ങനെ കാണുക? അവരെന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം, ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഒരാൾ പടക്കം പൊട്ടിച്ചു. ഈ പടക്കത്തിൻ്റെ ശബ്ദം ഏതോ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസിൽ പോയി തട്ടിയെന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്നിരിക്കട്ടെ. ഈ പടക്കം പൊട്ടിച്ച ആൾ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസും തമ്മിലുള്ള ദൂരം D ആണെന്നിരിക്കട്ടെ. ഇത് തമ്മിലുള്ള ദൂരം എന്താണെന്നിരിക്കട്ടെ? D ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇയാൾ എക്കോ 1 സെക്കൻഡിന് ശേഷം കേട്ടു. അപ്പോൾ ഈ ഇനിഷ്യൽ സൗണ്ട് ഇവിടെ തട്ടിയിട്ട് തിരിച്ച് അയാളുടെ ചെവിയിലേക്ക് തന്നെ എത്തണം അല്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ദൂരം D, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു D ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണ് കിട്ടുക? നോക്ക്. ഈ ശബ്ദം അവിടെ പോയി ഒരു ചുമരോ ഒരു മതിലോ ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ്, എന്തോ ഒരു സർഫേസ്, പടക്കം പൊട്ടിച്ചിട്ട് ആ സർഫേസിലേക്കുള്ള ദൂരം D, പിന്നെ 1 സെക്കൻഡിന് ശേഷം ആ ശബ്ദം തിരിച്ചടിച്ച് ഇയാൾ കേട്ടു. അതാണല്ലോ എക്കോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അങ്ങോട്ട് പോയി അവിടെ തട്ടി തിരിച്ചു വന്നു, അങ്ങോട്ട് പോകുമ്പോൾ D, തിരിച്ചു വരുമ്പോൾ D. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? 2D എന്ന് കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ കിട്ടുക? 2D എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ഫോർമുല എന്താ? സ്പീഡ് കാണാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്.
ടൈമാണ് സ്പീഡ് കാണാനുള്ള ഫോർമുല. സ്പീഡ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്താ കിട്ടുക? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? 2d. ടൈം എത്രയാ? t ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? എത്ര ദൂരം, ഹൗ ഫാർ, ഡിസ്റ്റൻസാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? v is equal to 2d by t എന്ന് കിട്ടി. v is equal to എന്ത് കിട്ടി നമുക്ക്? 2d by t. v is equal to 2d by t. എന്തുകൊണ്ട്? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്തുകൊണ്ട് അവിടെ 2d എടുത്തത്? അങ്ങോട്ട് പോകുന്ന ശബ്ദം തട്ടി തിരിച്ച് വന്ന എക്കോ, അങ്ങോട്ട് d, ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഡിയും 2d ബൈ ടൈം അല്ലേ? ഇതിന്നിപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ d അവിടെ നിർത്തിയാൽ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ v ഇൻറ്റു ടി. ഇത് 5ാം ക്ലാസ്സിൽ മാത്സ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് സാർ. ഈക്വൽ ടുൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് വരും. 5ാം ക്ലാസ് ടീച്ചർ പറയുന്നുണ്ട് സാർ, ഈക്വൽ ടുൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ മേലെയുള്ളത് താഴെ വരും, താഴെയുള്ളത് മേലെ പോകും. സർക്കാർ ഭരണം മാറുമ്പോൾ മേലെയുള്ളത് താഴെ പോകും, താഴെയുള്ളത് മേലെ വരും എന്ന് പറഞ്ഞ പോലെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകുമ്പോൾ മേലെയുള്ളത് താഴെ വരും, താഴെയുള്ളത് മുകളിൽ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫസ് എത്ര ദൂരം ഉണ്ടെന്ന്. വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം എയറിലെ സൗണ്ടിൻ്റെ വെലോസിറ്റി 350 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 1 സെക്കൻഡ്. 1 സെക്കൻഡ് കഴിഞ്ഞതും അയാളെ ശബ്ദം കേട്ടു എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 1 സെക്കൻഡ് കഴിഞ്ഞതും അല്ലേ? ആണോ അല്ലയോ? 1 സെക്കൻഡ് കഴിഞ്ഞതും അയാളത് കേട്ടു എന്ന് പറയുന്നത് ബൈ 2. അപ്പോൾ നോക്കിയേ, 350 × 1 350, 350 by 2 175 മീറ്റർ. അപ്പോൾ പടക്കം പൊട്ടിച്ച് ആ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ തട്ടി, ആ റിഫ്ലക്റ്റിംഗ് നമ്മുടെ പടക്കത്തിൻ്റെ ശബ്ദം മുട്ടി അല്ലെങ്കിൽ തട്ടി എന്ന് പറയുന്ന റിഫ്ലക്റ്റിംഗ് സർഫേസ് 175 മീറ്റർ ദൂരത്താണ് കിടക്കുന്നത്. സോ സിമ്പിൾ. ഓൾ ദ ബെസ്റ്റ്.